നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലറ കളപ്പുകാട് ജംഗ്ഷന് സമീപം റോഡ് തകർന്ന് കുളമായി കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് കുഴിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവം. മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴിയടയ്ക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കൊക്കോ കർഷകർ പ്രതിസന്ധിയിൽ. കൊക്കോ കൃഷി ചെയ്ത കർഷകർ വിൽപ്പന നടത്താനാകാതെ ബുദ്ധിമുട്ടുന്നു. വിപണിയിൽ നിന്ന് കൊക്കോ കുരു നേരിട്ട് സംഭരിച്ചുകൊണ്ടിരുന്ന കാംകോയും കാഡ്ബറീസും സംഭരണം നിർത്തിവെച്ചത് കർഷകരെ വലയ്ക്കുന്നു. കല്ലറ കളമ്പുകാട് ജംഗ്ഷന് സമീപം റോഡ് തകർന്ന് കുളമായി കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി. ഇലക്ഷൻ ആയല്ലോ, റോഡ് നന്നാക്കിയില്ല എങ്കിൽ വോട്ടുമില്ല എന്നാണ് നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത്. റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് കുഴിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ടൂ വീലർ അടക്കം നിരവധി വാഹനങ്ങളാണ് ദിവസവും അപകടത്തിൽപ്പെടുന്നത്. ഇതൊക്കെ കാണാനോ കേൾക്കാനോ ജനപ്രതിനിധികൾ ആരും തയ്യാറാകുന്നില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആക്ഷേപം. കിട്ടുന്ന പൈസ ടാക്സും വണ്ടിക്ക് മെയിൻ്റനൻസുമായി പോകുന്നതല്ലാതെ വീട്ടിലേക്ക് വീട്ടുസാധനങ്ങൾ വാങ്ങാൻ കടം വാങ്ങേണ്ട അവസ്ഥയാണെന്നും അവർ പറയുന്നു. സൂപ്പർ വഴി വീട്ടിൽ ചെന്നാൽ ഭാഗ്യം നമുക്ക് പറയാം. ബൈക്കുകാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ റോഡിലൂടെ നീന്തി തുഴഞ്ഞു പോകുന്ന ജനങ്ങളാണ്. ഇതൊന്നും കാണാനും കേൾക്കാനും ഇത് പരിഹരിക്കാനൊന്നും ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ആരുമില്ല. ഞാൻ കല്ലറ ഓട്ടോ തന്നെ. ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഡീസൽ അടിച്ച് വണ്ടിക്കിട്ട് നമ്മൾ തീർക്കുകയാണ്. വഴിയൊന്നും പറയണ്ട. ഇതുപോലെയല്ല ഇത് മനുഷ്യൻ നമ്മൾ ടാക്സ് കൊടുത്തിട്ട് ഓടുന്നതല്ലേ. ഈ കുഴികളെ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ആയിരക്കണക്കിന് പണികളാണ് വരുന്നത്. ഒരു വർഷോപ്പിൽ കയറ്റിയാൽ 10,000 രൂപ വർഷോപ്പിലേക്ക് എല്ലാം പറ്റിയ ആവശ്യപ്പെടുന്ന അവസ്ഥയാണ്. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാനൊരു 3-4 ഭാഷയല്ലേ വന്നിട്ടുള്ളൂ. എന്നാലും ആ വന്ന കഴിയുമ്പോൾ ഈ സംഭവം കിട്ടുന്ന പൈസ മുഴുവൻ വർഷോപ്പ് അത്രേ ഉള്ളൂ. എന്താ പറയണ്ടേ, മൊത്തം നശിച്ചു കിടക്കുക. ഈ വണ്ടിയൊക്കെ പോണേ നമ്മളിൽ ഇത്ര ലക്ഷറി കാര്യങ്ങളായിട്ട് ആൾക്കാരൊക്കെ പോകുമ്പോൾ പ്രായമുള്ളവരൊക്കെ ഇന്ന് ഒരു പ്രായമുള്ളവരുടെ ടീമാണ് എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നത്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെയാണ്. കാര്യമുണ്ടോ? എത്ര വർഷം ഇപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെ, എല്ലാ മഴക്കാലം 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ തന്നെ. മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴിയടയ്ക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മാത്യു കുഴൽനാടൻ MLA-യുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കുഴിയടയ്ക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ഇടിഞ്ഞു താഴുന്ന കാനയുടെ ഭാഗങ്ങൾ JCB ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. കുഴിയുടെ ഇരുഭാഗവും ഷീറ്റ് പൈലിംഗ് നിലവിൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ നഗരത്തിൽ വലിയ ഗതാഗത ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. 2ാം ദിവസവും കച്ചേരിത്താഴം പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല. നഗരത്തിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകിയിട്ടുണ്ട്. നഗരത്തിലൂടെയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ദ്രുതഗതിയിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ എത്തുന്ന മഴ നിർമ്മാണ പ്രവൃത്തികളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. എത്രയും വേഗം കുഴിയടച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. നഗര റോഡ് വികസനം നടക്കുന്നതിനിടയിൽ മുൻപേ പോലെയാണ് ഈ കച്ചേരിത്താഴത്തെ മെയിൻ പാലത്തിൻ്റെ മുമ്പിൽ ഒരു ഗർത്തം രൂപപ്പെട്ടത്. ആ ഗർത്തം രൂപപ്പെടാനുള്ള സാഹചര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയപ്പോൾ വളരെ കാലം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു ഡ്രെയിനിൻ്റെ സ്ലാബ് ഇടിഞ്ഞ് താഴത്തേക്ക് പോയത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ആ സ്ലാബ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും താഴെ കുഴിക്കണമായിരുന്നു. താഴത്തേക്ക് കുഴിച്ച് പോകുമ്പോൾ സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ഗർത്തം തന്നെയാണ്. ഈ കാണുന്നത് പോലെ വലിയൊരു എക്സ്കവേഷൻ ഇവിടെ വേണ്ടി ഒന്നിച്ച് ഞങ്ങൾ ആ സ്ലാബ് 3-4 സ്ലാബുകൾ എടുത്തു. അപ്പോൾ അങ്ങനെ ഡാമേജായി ട്രെയിനിലൂടെ മണ്ണൊഴിച്ചു പോയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ റിപ്പയർ വർക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ റിപ്പയർ വർക്ക് ഹ്യൂമൻ ലേബർ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഏരിയയിൽ സേഫ്റ്റി വേണം. അതുകൊണ്ട് നമ്മൾ മെറ്റൽ ഷീറ്റ് പൈലിംഗ് നടത്തി സേഫ് ആക്കിയതിന് ശേഷം ഇതെല്ലാം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മഴ വരുന്നതാണ്. ഈ സാഹചര്യമായിട്ട് മെയിൻ പാലം പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ടി വന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ അഭ്യർത്ഥന ഈ വഴി വരുന്ന ആളുകൾ കഴിവതും മോറ്റർ നഗരം ഒഴിവാക്കി യാത്ര ചെയ്യാൻ തയ്യാറാണെന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത്. 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു പരിഹാരം ഇതിനാണ് പരിശോധിക്കുന്നത്. കൊക്കോ കൃഷി ചെയ്ത കർഷകർ വിൽപ്പന നടത്താനാകാതെ ബുദ്ധിമുട്ടുന്നു. വിപണിയിൽ നിന്നും കൊക്കോ കുരു നേരിട്ട് സംഭരിച്ചുകൊണ്ടിരുന്ന കാംകോയും കാഡ്ബറീസും ഇപ്പോൾ സംഭരണം നിർത്തിവച്ചിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ മലഞ്ചരക്ക് കടകളും കർഷകരിൽ നിന്ന് കുരു വാങ്ങുന്നില്ല. തുടർച്ചയായ മഴ മൂലം ഡ്രയറുകളിലാണ് കർഷകർ കുരു ഉണക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ കൊക്കോ കുരുവിന് 600 രൂപയ്ക്ക് മുകളിലാണ് വില.
പച്ചക്കൊക്കോ സംഭരിക്കുന്ന ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുവിന് 80 രൂപയിൽ താഴെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഉണങ്ങിയതിന് 360 രൂപ വരെ ലഭിക്കും. കഴിഞ്ഞ വർഷം മുതലാണ് കൊക്കോയ്ക്ക് വില വർദ്ധിക്കാൻ തുടങ്ങിയത്. 700 രൂപയ്ക്ക് മുകളിൽ വരെ വില ഉയർന്നിരുന്നു. ഇതോടെ കോട്ടയം ജില്ലയിൽ മാത്രം 5000 ഏക്കറിന് മുകളിൽ പുതിയതായി കൊക്കോ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഉയർന്ന വില കൊടുത്ത് തൈകൾ വാങ്ങി കൃഷി ചെയ്ത കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൂടി വരുന്നാളുകളിൽ വിപണിയിൽ എത്തുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകും. ഇടനിലക്കാരുടെ ഇടപെടലാണ് കമ്പനികളെ സംഭരണത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റിയതെന്ന് ആക്ഷേപമുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാർ വഴിയാണ് സംഭരണം മുൻകാലങ്ങളിൽ നടന്നിരുന്നത്. ഇവരുടെ ഇടപെടലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. നെടുങ്കുന്നം പുന്നവേലി റോഡിലെ കുമ്പിക്കാപ്പുഴ പാലം അപകടാവസ്ഥയിൽ. ശക്തമായ മഴയിൽ പാലത്തിൻ്റെ അടിയിലെ സംരക്ഷണ ഭിത്തി തകർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് പാലത്തിൻ്റെ അടിയിലെ സംരക്ഷണ ഭിത്തി തകർന്നത്. കരിങ്കൽ കെട്ടിന് ബലക്ഷയമുള്ളതിനാൽ കൂടുതൽ ഭാഗം ഇടിയാനും സാധ്യതയുണ്ട്. ഭാരവാഹനങ്ങൾ കയറിയാൽ പാലം അപകടാവസ്ഥയിലാകും. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലത്തിൻ്റെ കരിങ്കൽ കെട്ടിന് ബലക്ഷയം ഉണ്ടായിട്ട് നാളുകളായി. വിവരം PWDയെ പഞ്ചായത്ത് അധികൃതർ മുൻപ് അറിയിച്ചതാണ്. നെടുങ്കുന്നം പുന്നവേലി റോഡിനെ ബന്ധിപ്പിക്കുന്ന കുമ്പിക്കാപ്പുഴ പാലം അപകടാവസ്ഥയിലാണിപ്പോൾ. അതിൻ്റെ ഒരു സൈഡ് കൂട്ടി അതിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപൊളി കിടക്കുകയാണ്. നാളുകളിൽ ഏറ്റവും അടിയന്തരമായി ഇത് ചെയ്തില്ല എന്ന നാളുകളിൽ ഈ പാലം തന്നെ ഇല്ലാതായി പോകും. അതുപോലെ തന്നെ ഇത് 90 വർഷം പഴക്കമുള്ളൊരു പാലമാണ്. ഈ പാലം ഇപ്പം തന്നെ ഇതിനെ പുതുക്കിപ്പണിയുടെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് ഇപ്പം കൂടെ പൊക്കി, ഈ പാലം പൊക്കി പുതിയൊരു പാലം പണിയുന്നത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് ആവശ്യമാണ്. അതുപോലെ ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിച്ചിരുന്നതാണ്. ഇവിടുത്തെ പൗരസമിതിയും അതുപോലെ തന്നെ പല ശാസ്ത്ര സംഘങ്ങളും അതുപോലെ തന്നെ മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇവിടെ അറിയിച്ചിരുന്നതാണ്. ഇത് പുതുക്കി പണിയേണ്ടത് അത് അത്യാവശ്യമായി മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്. അവരത് ചെയ്യാഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അടിയന്തരമായി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഇത് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. പാലം അപകടാവസ്ഥയിലായതോടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു. ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. തോട്ടിലെ ജലനിരപ്പ് ഉയർന്നാൽ കരിങ്കൽക്കെട്ട് പൂർണ്ണമായി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നെടുങ്കുന്നം കുമ്പിക്കാപ്പുഴ പാലം കാലങ്ങളായിട്ട് ശോച്യാവസ്ഥയിലാണ്. അതായത് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ശോഭ സതീഷ് ഇവിടെ മെമ്പറായിരുന്ന കാലഘട്ടം മുതൽ ഇതിൻ്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുകയും ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം വന്നതാണ്. ആ സമയത്ത് PWD എഞ്ചിനീയറായിരുന്ന ചാർലി സാറ് ഇതിനു വേണ്ടി വന്ന് കാണുകയും ഈ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം വന്ന് ഫില്ല് ചെയ്ത് പാലത്തിൻ്റെ അടിവശം പുള്ളി അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്ത് ഫില്ല് ചെയ്ത് കുറേയൊക്കെ സംവിധാനം ഉണ്ടാക്കി വെച്ചെങ്കിലും നന്നാക്കി എടുത്തുവെങ്കിലും പിന്നീട് ഇത് വീണ്ടും ശോച്യാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പാലം ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഒരു ജലനിധിയാണ് തൊട്ടടുത്തുള്ളത്. ഈ പാലം ഇടിഞ്ഞു പോയാൽ അതിനൂടെ ക്ഷീണം ഉണ്ടാകും എന്നുള്ള കാര്യം ജനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലം പുതുക്കിപ്പണത്, നല്ല രീതിയിൽ പൊക്കിപ്പണത്, നല്ല രീതിയിൽ വീതി കൂട്ടിപ്പണത്, നല്ല രീതിയിൽ ഈ പാലത്തിനെ ശോച്യാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ റോഡിൻ്റെ പാലം ശോചനാവസ്ഥയാണെന്ന് പറഞ്ഞാൽ 8 വർഷം മുമ്പ് ഞങ്ങൾ കളക്ടർക്കും ഇവിടുത്തെ സ്ഥല MLAക്കും എല്ലാം പരാതി കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ അവർ ഇവിടെ വന്ന് കല്ലടിച്ച് അതിൻ്റെ ഇടയെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഈ പാലം പൊളിച്ച് പണിതേ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പാലം ഇന്നിപ്പോൾ ശോചനാവസ്ഥയായി മാറിയിരിക്കുകയാണ്. ധാരാളം കുട്ടികളും അധ്യാപകരും അതുപോലെ ധാരാളം ആൾക്കാർ ഇത് കടന്നു വന്നൊരു വഴിയാണിത്. നെടുങ്കുന്നത്തെ 6-7 സ്കൂളുകളിലെ കുട്ടികൾ നിരന്തരമായിട്ട് വാഹനങ്ങളിൽ പോകുന്ന ഒരു മെയിൻ റോഡാണിത്. ഈ റോഡിൻ്റെ പാലം തന്നു കഴിയുമ്പം ഈ റോഡ് തന്നെ ഒരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിക്കും. ഈ റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞതാണ് ഈ പാലം പണിതിട്ട് ഈ റോഡ് ടാർ ചെയ്യാവുള്ളതെന്ന്. അതുപോലെ ഉൾക്കൊള്ളാതാണ് ഈ റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെടുങ്കുന്നം പഞ്ചായത്തിൽ കുമ്പിക്കാപ്പുഴ റോഡിൽ പാലം അപകട നിലയിലാണ്. ഇന്നലെ രാത്രി നടന്ന സംഭവം
ഭയങ്കര ഞങ്ങളെല്ലാം വന്ന് റോഡ് ബ്ലോക്ക് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു ഇട്ടുണ്ട്. റോഡ് കഴിഞ്ഞാൽ ഒരു അപകടം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു രീതിയിലാണ്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും അവരെല്ലാം വന്ന് കണ്ടിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കാരണം ഇതിന് കഴിഞ്ഞാൽ നാളെ ഇതൊരു പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ഇതിന് വേണ്ടത്. ഒരു മെയിൻ്റനൻസ് വർക്കിലോട്ടൊന്നും ഞങ്ങൾ ഇതിനകത്ത് താല്പര്യപ്പെടുന്നില്ല. ഒന്നും വണ്ടിയിലേ പോവുകയില്ല, ഒരു വണ്ടിയും പോവുകയില്ല. ഇവിടെ ഇന്നലെ അതിൽ ഒഴിഞ്ഞത് ഇടിഞ്ഞിടിഞ്ഞ് വീഴും. നല്ല സൗണ്ട് കേൾക്കാം നമുക്ക്. 90 വർഷം പഴക്കമുള്ള ഒരു പാലമാണ് ഇത്. എത്രയും വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യണം. അത് ഇതിലെ പോകേണ്ട വാഹനങ്ങൾ അട്ടിപ്പടി വരവോലിപ്പടി വഴി പോകണമെന്ന് PWD അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വെട്ടിമാറ്റാതെ നിർത്തിയ മരം കടപുഴകി വീണ് സമീപവാസിയുടെ വീട് ഭാഗികമായി തകർന്നു. കറുകച്ചാൽ ചമ്പക്കര തുണ്ടിയിൽ മുരുകൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് ഇന്ന് രാവിലെ മരം വീണത്. മുരുകൻ്റെ ഭാര്യ മാതാവ് ചെല്ലമ്മ അത്ഭുതകരമായി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ കിരൺകുമാറിൻ്റെ നേതൃത്വത്തിൽ സ്ഥലമുടമയുടെ വീടിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. ചമ്പക്കര തൈപ്പറമ്പ് കവല മാക്കിയിൽ പാലത്തിനു സമീപം താമസിക്കുന്ന 8ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി തോടിൻ്റെ കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മരങ്ങൾ വെട്ടിമാറ്റാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്ഥലമുടമ നടപടി സ്വീകരിച്ചിരുന്നില്ല. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലുള്ള ചാരുമരങ്ങൾ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7:30 ഒരു ചാരുമരം മുരുകൻ്റെ വീടിൻ്റെ മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. തോട്ടിൽ തുണി അലക്കുകയായിരുന്ന മുരുകൻ്റെ ഭാര്യാമാതാവ് ചെല്ലമ്മ അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മരം വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. ഭിത്തിയിൽ വിള്ളലുകളും ഉണ്ടായി. കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ തയ്യാറാകാത്ത സ്ഥലമുടമയ്ക്കെതിരെ വാർഡ് മെമ്പർ കിരൺകുമാറിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്ഥലമുടമയുടെ വീടിന് മുന്നിലെ റോഡിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 5-6 മരങ്ങൾ ആ പ്രദേശത്തുണ്ട്. ഈ മരമെല്ലാം പെടന്ന് വീണ് കഴിഞ്ഞാൽ എല്ലാം തോടിന് സൈഡിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഏത് സമയത്തും അത് പെടന്ന് വീഴാവുന്ന രീതിയിലാണ്. പക്ഷേ അതിനൊരു സമയം വെട്ടി മാറ്റുന്നതിന് ഒരു പ്രയോജനം ഇല്ലാത്ത മരങ്ങളാണ്. കളക്ടർ ഓർഡർ ഇട്ടിട്ട് പോലും അതിന് സ്റ്റേ പോയിരിക്കുകയാണ്. അന്നേരം അതിനെതിരെ പ്രതിഷേധ സമരമാണ് ഞങ്ങൾ ആ പ്രദേശത്തുള്ള തുടർന്നുള്ള സമരങ്ങളിൽ ഇവിടെയുള്ള പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ടാകും. അതിന് കൂടെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനും ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ചാരിമരങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ 1-2 കുടുംബങ്ങൾ വീട് വിട്ട് വാടകയ്ക്ക് മാറിപ്പോയ സാഹചര്യങ്ങളുമുണ്ട്. എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ മരം വീണിരിക്കുന്നത്. നിലവിൽ അവിടെ ഇനിയും വൻവൃക്ഷങ്ങൾ ഇനിയും നിൽപ്പുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീടുകൾക്ക് അങ്ങ് ആ തോടിൻ്റെ പരിസരത്ത് അങ്ങേയറ്റം വരെ ഇവരുടെ സ്ഥലം നിൽക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ അവിടെ എല്ലാം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. ഒരു പ്രയോജനമില്ലാതെ ദേഹം ചൊറിയുന്ന ചാരെന്ന് പറയുന്ന ഒരു മരമാണ്. ആ വൃക്ഷം വിറകിന് പോലും കൊള്ളുകയില്ലാത്ത ആ മരം വീണ് ദേഹം ചൊറിയുന്നതിൻ്റെ ആ കാ പൊട്ടുന്ന സമയത്തൊക്കെ ആ പരിസരവാസികൾ മൊത്തം അവിടെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു കൂട്ടർ മാമൂടെന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് പോയി താമസിച്ചുകൊണ്ടാണ് അവരിപ്പം കാര്യങ്ങൾ നടത്തി പോകുന്നത്. അവർ മാത്രമല്ല, ഇതിന് തൊട്ടടുത്ത് നമ്മുടെ പള്ളിവട്ടം തിരുമേനി അദ്ദേഹം വീട് വിട്ട് പോകാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടി വേറെ ഒരു സ്ഥലത്ത് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാർ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചമ്പക്കര നിവാസികളായിട്ടുള്ള അനേകം പേർക്ക് അവർ കേസ് കൊടുക്കുന്നതാണ് അവരുടെ മുഖ്യ ഒരു സ്വഭാവം. 11 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, കിഡ്നി ഓപ്പറേഷൻ ചെയ്തതാണ് കുഞ്ഞിനെ ഞാനാണ് കൊടുത്തത്. ഇത് കാറ്റും മഴയും വരുമ്പം പേടിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല സാറേ, അതൊന്ന് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മരിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ അതിൻ്റെ ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞത്. ആ കാറ്റ് വരുമ്പോഴൊക്കെ രാത്രി ഉറക്കമില്ലാതെ ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത്. മഴയത്ത് മുകളിലൊരു മുറിവുള്ളതുകൊണ്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് പേടിച്ചാണ് കിടക്കുന്നത്, ഉറക്കമില്ല. ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചാരുമരത്തിൻ്റെ വിഷയം കാരണം ഞങ്ങളുടെ കൊച്ചിനാണെങ്കിൽ അലർജിയുടെ കണ്ടമാനം വിഷയമുണ്ട്. ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ച് അങ്ങനെ പല വിഷയങ്ങളായിട്ട് അച്ഛനും അമ്മയ്ക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളും അവർക്ക് പ്രായമുള്ളത്. ഈ ചാരുമരം പൂക്കുമ്പോൾ അതിൻ്റെ ഈ പൂമ്പൊടിയും ഇതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് ദേഹമെല്ലാം ചൊറിയുകയും ശ്വാസമുട്ടലും ഉണ്ടാവുകയും ചെയ്ത കാരണം ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് വീട് ഇട്ടിട്ട് വാടകയ്ക്ക് മാറി താമസിക്കുകയാണ്. ഇപ്പം ഒരു വർഷക്കാലമായിട്ട് എൻ്റെ വീടിന് മണ്ടയ്ക്ക് ഇതുപോലെ മരം വീട് കിടക്കാൻ പറഞ്ഞിട്ട് 1 വർഷക്കാലത്തോളമായി. ഇതുവരെയും വെട്ടി മാറ്റാൻ പറഞ്ഞിട്ട് വെട്ടി മാറ്റി ഞാൻ ഇതുവരെ 1 വർഷക്കാലമായി കിടക്കും. ഇതുവരെ ഇന്നുവരെ അവർ വെട്ടി മാറ്റത്തുമില്ല. എനിക്ക് തോട്ടിലിറങ്ങി വെട്ടാനും തന്നെ എന്നെക്കൊണ്ട് വെട്ടാനും ഇനി
1 വർഷമായിട്ടും കിട്ടുന്നില്ല. പാമ്പൊക്കെ പരിക്കകത്ത് കയറാൻ തുടങ്ങി. ഞാൻ തന്നെത്താനെ എന്നെ കൊണ്ടാകുന്ന പോലെ കുറച്ച് വെട്ടി മാറ്റി ഇട്ട് എൻ്റെ വീടിൻ്റെ സൈഡിലോട് ചേർന്ന് കിടന്നു. അല്ലാത്തൊക്കെ ബാക്കി ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. എല്ലാവരുടെയും ജീവനും വീടിനും ഭീഷണിയായിട്ട് ധാരാളം വൻമരങ്ങൾ, അതും നയാ പൈസയ്ക്ക് പ്രയോജനമില്ലാത്ത, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഇതിൻ്റെ കാ പഴുത്ത് വീണ് പൊട്ടാൻ തുടങ്ങിയാൽ ആ പ്രദേശത്തേക്ക് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ വീടിൻ്റെ പുറകു ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റുകയില്ല. എന്നോട് പറഞ്ഞു തനിക്ക് കുഷ്ഠമാണെന്നാണ് എന്നോട് പറഞ്ഞത്. തനിക്ക് ചൊറിച്ചിലാണെന്ന് വരും, തനിക്ക് കുഷ്ഠമാ, താൻ വേറെ എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കുക, താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ, ഇത് ഞാൻ വെട്ടത്തില്ല എന്ന് പറഞ്ഞില്ല. ഇതിനിടെ സ്ഥലത്തെത്തിയ കറുകച്ചാൽ പോലീസ്, കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ, വൈസ് പ്രസിഡന്റ് ബി ബിജുകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും സ്ഥലമുടമ വഴങ്ങിയില്ല. തുടർന്ന് ഡോക്ടർ എൻ ജയരാജ് MLA കളക്ടറുമായി ബന്ധപ്പെട്ടു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ കളക്ടർ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ചട്ടപ്രകാരം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരവും അവകാശവും പഞ്ചായത്തിനുള്ളതാണ്. ആ അധികാരം ഉപയോഗിച്ച് മേൽ നടപടികളിലേക്ക് പോകാനും അവിടെ മറ്റു മരങ്ങളും നിൽപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കഞ്ഞിക്കുഴി മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ സമൂഹനാമജപവും കാര്യസിദ്ധി മന്ത്രാർച്ചനയും നടന്നു. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വൈക്കം മഹേഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈറേഞ്ചിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ശ്രീ ദുർഗാദേവിക്ക് സമൂഹനാമജപവും കാര്യസിദ്ധി മന്ത്രാർച്ചനയ്ക്കുമാണ് തുടക്കമായത്. എല്ലാ വെള്ളിയാഴ്ചകളിലും സർവ്വദോഷ നിവാരണത്തിന് ശ്രീ ഭദ്രകാളിക്ക് ഗുരുതി സമർപ്പണവും ശനിയാഴ്ചകളിൽ കരിയുഗവരദനായ ശാസ്താവിന് വിശേഷാൽ നീരാഞ്ജനവും നടക്കും. സമൂഹനാമജപത്തിനും കാര്യസിദ്ധി മന്ത്രാർച്ചനയ്ക്കും ക്ഷേത്രമേൽശാന്തി വൈക്കം മഹേഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈറേഞ്ചിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ നടന്നുവരുന്ന പൂജാതി കർമ്മങ്ങൾ നിത്യ പൂജയോടൊപ്പം തന്നെ രാവിലെ 5 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയും നടത്തുന്ന നിത്യപൂജകളിലും അതുപോലെ തന്നെ വിശേഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഗുരുതിയിലും അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന നീരാഞ്ജനവും വഴിപാടായി സമർപ്പിക്കുകയാണ്. ഞായറാഴ്ച ദിവസം കാര്യസിദ്ധി പൂജയും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും അനേക ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന കാര്യസിദ്ധി പൂജയും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രസിഡന്റ് രാജീവ് പാലൂർ, സെക്രട്ടറി ശശി കന്യാലിൽ, ശശിധരൻ കറ്റിവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി വാകത്താനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. തോട്ടയ്ക്കാട് അമ്പലക്കവലയിലുള്ള ടോമിച്ചൻ ചാലുവേലിയുടെ ഭവനത്തിലാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി വാകത്താനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം നടന്നത്. കോൺഗ്രസ് പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിലപാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിങ്ങ വന്ന് നമ്മൾ കർഷകരെ ആദരിക്കുന്നു. അതൊരു കാഴ്ചപ്പാടാണ്. ചിങ്ങ ഒന്നിൻ്റെ ആ പ്രാധാന്യവും നമ്മുടെ ആ കാർഷിക മേഖലയോട് നമ്മൾ കാണിക്കുന്ന ആഭിമുഖ്യവും നമുക്ക് ആ കാർഷിക രംഗത്തെ എങ്ങനെ മുന്നോട്ട് വരണം, ആ ചിങ്ങമാസത്തിൻ്റെ ആ പൊന്നോണത്തിൻ്റെതായ ദിവസങ്ങൾക്ക് എങ്ങനെ മനുഷ്യൻ്റെ സങ്കല്പമായി മാറി എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാനും അത് നമുക്കൊരു ആഘോഷമാക്കി എടുക്കുമ്പോൾ അതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, എന്താകണം, ആ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ ആകുമ്പോഴാണ് ഈ ചിങ്ങത്തിൻ്റെ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളും അതിനെ കർഷകരെ ആദരിക്കലും ചടങ്ങുകളും. സാബു കൊച്ചുപ്ലാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ദേശീയ ശാസ്ത്രവേദി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PJ കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ വേദി നിയോജകമണ്ഡലം ചെയർമാൻ തങ്കച്ചൻ തെക്കനാട്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ജോർജ് തോമസ്, S ചന്ദ്രശേഖരൻ നായർ, മാത്യു കുഞ്ഞു മാത്യു,
PK തോമസ് കുട്ടി, കൊച്ചുമോൻ തുണ്ടിയിൽ, സണ്ണി കൊണ്ടോടി, ജി കുട്ടി ചേലമറ്റം, BK ശശികുമാർ, ഈപ്പൻ P ജോർജ്, ബിജു കുര്യൻ, ആൻഡോ ആന്റണി, എബ്രഹാം, PV സണ്ണി എന്നിവർ പ്രസംഗിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കർഷകരായ MD സ്കറിയ, ചാക്കോ എബ്രഹാം, ടോമിച്ചൻ ചാലുവേലിൽ, ബാബു നരിക്കുഴിയിൽ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ഇല്ലില്ല ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കസാക്കിസ്ഥാനിൽ നടന്ന കോമ്പാറ്റ് ജിയോ ജിറ്റ്സു ലോകകപ്പ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടി മലയാളി താരം സാവിയോ പാറക്കുന്നേൽ. ജാപ്പനീസ് മാർഷൽ ആർട്സായ ജിയോ ജിറ്റ്സുവിൽ നേട്ടം കൈവരിച്ച സാവിയോ പാറക്കുന്നേൽ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം പാലപ്ര പാറക്കുന്നേൽ റോയ് ജെസി ദമ്പതികളുടെ മകനാണ്. ഇന്ത്യയിൽ നിന്നും സാവിയോ ഉൾപ്പെടെ 3 പേരാണ് കസാക്കിസ്ഥാനിലെ അൽമാട്ടിൽ നടന്ന കോമ്പാറ്റ് ജിയു ജിറ്റ്സു ലോകകപ്പ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഈ മത്സരത്തിൽ സാവിയോ പാറക്കുന്നേൽ വെള്ളി മെഡൽ കരസ്ഥമാക്കുകയായിരുന്നു. ഗ്രൗണ്ട് ഫൈറ്റിംഗ്, സബ്മിഷൻ, ഫോൾഡുകൾ, ജോയിൻറ്റ് ലോക്കുകൾ എന്നിവയിൽ ശ്രദ്ധയൂന്നിയതാണ് ഈ മാർഷ്യൽ ആർട്സ്. ജിയു ജിറ്റ്സു എന്നാൽ സൗമ്യകല എന്നർത്ഥം വരുന്ന ഒരു യുദ്ധകല കൂടിയാണ്. ശക്തിയേക്കാൾ പ്രാധാന്യം ടെക്നിക്കിനും ബുദ്ധിക്കുമാണ്. സ്വയം പ്രതിരോധത്തിനും ഫിറ്റ്നസ്സിനും ഈ മാർഷ്യൽ ആർട്സ് ഫലപ്രദമാണ്. കോമ്പാക്ട് ജിയോ ജിറ്റ്സു എന്നാൽ ബ്രസീലിയൻ ജിയോ ജിറ്റ്സ്, സബ്മിഷൻ, ഗ്രാപ്ലിംഗ് എന്നിവയുടെ കോമ്പിനേഷനാണ്. ഇതിൽ അടിയും തടയും അനുവദനീയമാണ്. ലോക കായികമേളകളിലെ ഒരു മത്സര വിഭാഗം തന്നെയാണ് ജിയോ ജിറ്റ്സു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള സാവിയോ പഠനാവശ്യത്തിന് എറണാകുളത്തായിരുന്നപ്പോഴാണ് ജിയോ ജിറ്റ്സുവിൽ പരിശീലനം നേടിയത്. ഞാൻ അറ്റൻഡ് ചെയ്ത മാർഷൽ ആർട്ട് ഫോം എന്ന് പറയുന്നത് കോമ്പാറ്റ് ജിറ്റ്സു ആണ്. ഇൻ്റർനാഷണൽ സ്പോർട്സിലൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇത്തവണ വേൾഡ് കപ്പ് കോമ്പാറ്റ് ജിറ്റ്സു മത്സരത്തിലാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസാക്കിസ്ഥാൻ അൽമാട്ടി വെച്ചാണ് ഇത്തവണ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കൺട്രി ആയിരുന്നു. അതുപോലെ തന്നെ ടൂർണമെൻറ്റ് എക്സ്പീരിയൻസ് ആർ റിയലി ഗുഡ്. കുറേ കൺട്രീസിൽ നിന്ന് കാൻഡിഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ള കൺട്രീസിൻ്റെ അവരുടെ ട്രെയിനീസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയി മത്സരിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ദെൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കഴിവുള്ള സ്പോർട്സ്മാൻ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിങ്ങനെ ടാലൻറ്റഡായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ താങ്ക് യു ഫോർ മൈ പേരൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് കാര്യങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും. വിത്തൗട്ട് ദ സപ്പോർട്ട് ഒരിടത്ത് നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ താങ്ക് യു ഫോർ രാജൻ വർഗീസ് മാസ്റ്റർ ആൻഡ് ടെസി മാം, ഇതിലോട്ടൊക്കെ എന്നെ എൻകറേജ് ചെയ്തതിനും കാര്യങ്ങൾക്കെല്ലാം വളരെ നന്ദി. കോമ്പാറ്റ് ജിറ്റ്സു എന്നാൽ നിങ്ങൾക്ക് ജൂഡോ അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജൂഡോയിൽ ടേക്ക് ഡൗൺസ് ആൻഡ് ലോക്സും കാര്യങ്ങളുമാണ്. ബട്ട് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫൈറ്റിംഗ് ആണ്. കോമ്പാറ്റ് ജിറ്റ്സു ഗ്രൗണ്ട് ഫൈറ്റിംഗ് ആൻഡ് ഫുൾ കോൺടാക്റ്റ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും, കോമ്പാറ്റ് ജിറ്റ്സു. കോമ്പാറ്റ് മീൻസ് നിങ്ങൾക്ക് ഫൈറ്റിംഗ് ആണ്. MMA, UFC പോലുള്ള തന്നെ ഡെവസ്റ്റേറ്റിംഗ് ഫൈറ്റുകൾ, എൽബോ സ്ട്രൈക്ക്, ലോക്സ് കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ദ ലാസ്റ്റ് എൻഡിങ് ബൈ ദ ഗ്രൗണ്ട്.
അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫൈറ്റിങ്ങും വരുന്നത്. ലോക്കിംഗ് വിത്ത് ആംസ് ആൻഡ് ലെഗ്സ്, ചിൻ ലോക്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നൊരു സ്പോർട്സ് ഫോമാണ് കോമ്പാറ്റ് ജിറ്റ്സു എന്ന് പറയുന്നത്. സ്പോർട്സിൽ സ്പെഷ്യലൈസേഷനുള്ള ന്യൂട്രീഷനായ സാവിയോ പാറക്കുന്നേൽ ഓൺലൈൻ കമ്പനിയുടെ സിഇഒയായി ജോലി ചെയ്യുകയാണ്. നിരവധി പേർക്ക് ഓൺലൈനായി ന്യൂട്രീഷൻ ക്ലാസ് എടുക്കുന്നുമുണ്ട്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പ്രമുഖരായ ഫോൺ വേൾഡിൻ്റെ 3ാമത്തെ ഷോറൂം പാലായിൽ ഉദ്ഘാടനം ചെയ്തു. പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ബ്രൈറ്റ് ആർക്കേഡ്സിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം പാലാ MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. ഷോറൂം വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ തോമസ് മണിയഞ്ചിറ നിർവഹിച്ചു. 18 വർഷം മുമ്പ് ഈരാറ്റുപേട്ടയിൽ ആരംഭിച്ച ഷോറൂമിന് പാലാ KSRTCക്ക് സമീപമായും ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട്. ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളും ആക്സസറീസും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടും ഓണത്തോടുമനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ ജോർജ് മാത്യു, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ പറഞ്ഞു. ഞങ്ങളുടേത് 3ാമത്തെ ഷോറൂമാണ്. പാലായിലേത് 2ാമത്തെ. 18 വർഷമായിരുന്ന മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇത് ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും നറുക്കെടുപ്പ് സമ്മാന കൂപ്പണുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കരൂർ പഞ്ചായത്തിലെ കരൂർ വാർഡിൽ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. രാജീവ് നഗർ പട്ടികജാതി പട്ടികവർഗ കോളനിയോടനുബന്ധിച്ച് 12 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബശ്രീ സംരംഭങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും ഉപകരിക്കുന്ന പദ്ധതികൾ ഇവിടെ ആരംഭിക്കാൻ കഴിയും. 2 നിലകളുള്ള കെട്ടിടത്തിൽ പഞ്ചായത്ത് തല യോഗങ്ങൾ, ഗ്രാമസഭകൾ, സ്വകാര്യ പൊതുചടങ്ങുകൾ എന്നിവയ്ക്കും ഉപയോഗിക്കാം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബോസ്, പഞ്ചായത്ത് മെമ്പർ അഖില അനിൽകുമാർ, ഫ്രാൻസിസ് മൈലാഡൂർ, കുഞ്ഞുമോൻ മാടപ്പാട്ട്, തങ്കച്ചൻ ചേലക്കൽ, തങ്കച്ചൻ പാലക്കാക്കുന്നേൽ, ബാബുരാജ് പുതിയകുളം, അലക്സ് കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വളരെ നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ഇന്ന് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഈ സ്ഥാപനം സർക്കാർ ഫണ്ടിൽ പണിതതാണ് എങ്കിൽ പോലും വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് കടന്നിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മളെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ഉപയോഗിച്ച് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്നുള്ള ഒരു പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ന് വളരെ നല്ല നിലയിൽ നമ്മൾ മുകൾ നിലയിൽ ഒരു ഹാളും താഴെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ TV യൂണിറ്റ് ആ ഒരു ഹാളും നല്ല നിലയിൽ പണികൾ പൂർത്തീകരിച്ച് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കുവാൻ തക്കവിധം ഇന്ന് അതിനെ മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട പ്രസിഡന്റും മെമ്പറും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. ഇത് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ സ്ഥാപനം ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് ഇത് ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുമ്പോൾ വരും കാലങ്ങളിൽ
പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീടുകളിലെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ ഈ താഴത്തെ ഹാളൊക്കെ ഇനി മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലെ ചെറിയ ചടങ്ങ്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.